നമസ്കാരം. ഞാൻ ഡോക്ടർ അഷ്കു ജേക്കബ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മെനോപോസ് അഥവാ ആർത്തവവിരാമത്തെ കുറിച്ചാണ്. ആയുർവേദത്തിൽ ഇതിനെ രജോനിവൃത്തി എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് മെനോപോസ് എന്ന് പറയുന്നത്. 12 വയസ്സിൽ ആരംഭിക്കുന്ന ആർത്തവം ക്രമേണ എല്ലാ മാസവും സംഭവിച്ച് 40-45 വയസ്സാകുമ്പോൾ അവസാനിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിളും അവസാനിക്കുന്ന ഒരു സ്റ്റേജ് കൂടിയാണിത്. എന്തുകൊണ്ടാണ് മെനോപോസ് ഉണ്ടാകുന്നത്, ഇതിന്റെ ലക്ഷണങ്ങൾ എന്നെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ആദ്യമായി എന്തുകൊണ്ടാണ് മെനോപോസ് ഉണ്ടാകുന്നത്? ഇത് ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അണ്ഡാശയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ അഥവാ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ ഉൽപാദന കുറവ് മൂലമാണ് ഈ മെനോപോസ് സംഭവിക്കുന്നത്. ശാരീരികമായ അധികം ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ മാനസികമായ വെല്ലുവിളികളും നേരിടുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം. അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ 45 വയസ്സിനും 55 വയസ്സിന്റെയും ഇടയിലാണ് ആർത്തവവിരാമം സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ആർത്തവവിരാമത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ക്രമം തെറ്റിയുള്ള ആർത്തവം. 2 മാസമായിട്ടും അഥവാ 3 മാസമായിട്ടും ആർത്തവം ഇല്ലാതിരിക്കുക, ഒന്നിടവിട്ട മാസങ്ങളിൽ ആർത്തവം കാണപ്പെടുക, ഇതെല്ലാമാണ് ക്രമം തെറ്റിയുള്ള ആർത്തവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1 വർഷമായിട്ടും ആർത്തവം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ആർത്തവ വിരാമം അഥവാ മെനോപോസ് എന്ന് പറയുന്നത്. അടുത്തതായി ഇവരിൽ കാണുന്ന ഒന്നാണ് ഹോട്ട് ഫ്ലഷസ്. അതായത് ശരീരത്തിൽ തീ കോരിയിട്ട പോലെ ചൂട് അനുഭവപ്പെടുക. എത്ര തണുപ്പുള്ള സ്ഥലത്ത് പോയാലും അല്ലെങ്കിൽ എത്ര തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ഇരുന്നാലും ശരീരത്തിൽ നിറയെ ചൂട് അനുഭവപ്പെടുന്ന അവസ്ഥ. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ശരീരത്തിലെ ശരീരോഷ്മാവ് കൂടിയത് മൂലം രാത്രിയിലെ ഉറക്കവും ബുദ്ധിമുട്ടുള്ള അവസ്ഥ. അതോടൊപ്പം തന്നെ ശരീരത്തിലും മസിൽസിലും ജോയിന്റ്സിലും വേദന അനുഭവപ്പെടുക. ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, ഹെയർ ഫോൾ, വജൈനൽ ഡ്രൈനസ്, യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ സ്കിൻ സാഗി ആവുക. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇത് വിശദമായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇവരുടെ മൂഡ് സ്വിങ്സ് ആണ്. ചിലർക്ക് ആർത്തവ വിരാമം ആകുന്നതിന് ഒരു 4-5 വർഷം മുമ്പ് വരെ ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അഥവാ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്ര ദേഷ്യം വരുന്നതെന്ന് നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് മൂലം നമ്മൾ അകാരണമായി എല്ലാവരോടും ദേഷ്യപ്പെടുക, പെട്ടെന്ന് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാതിരിക്കുക, ഇതൊക്കെയാണ് കാണുന്ന ലക്ഷണങ്ങൾ. അപ്പൊ എപ്പോഴും ഒരു 40 വയസ്സിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലൈക്ക് ഹസ്ബൻഡ് ആണെങ്കിലും ഫാമിലി, കുട്ടികൾ എല്ലാവരും ആ ഒരു സ്റ്റേജ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുടെ ഒരു ലൈഫിലെ റീപ്രൊഡക്റ്റീവ് ഏജ് അവസാനിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധ പറഞ്ഞത് മൈൻഡിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് ആണ്. അതായത് നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാക്സിമം നമ്മൾ ചിന്തിച്ച ആ ഒരു ചിന്തയുടെ അങ്ങേ അറ്റത്തേക്ക് നമ്മൾ പോകും. അതാണ് ഈ ഒരു സ്റ്റേജിൽ കാണുന്നത്. അപ്പൊ എപ്പോഴും നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ചിന്തനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുതിയ പുതിയ ഹോബീസ് കണ്ടുപിടിക്കുക, പുതിയ പുതിയ ശീലങ്ങൾ കണ്ടുപിടിക്കുക. എപ്പോഴും നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനും വേണ്ടി ഈ ഒരു സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്യുക. അതായത് മെന്റലി പ്ലസ് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എക്സസൈസുകൾ ചെയ്യാം, ബ്രിസ്ക് വാക്കിങ്ങുകൾ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ശരീരത്തിന്റെ മൂവ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതോടൊപ്പം തന്നെ ബോഡി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വഴി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് മെന്റലി നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അതിന് നമ്മൾക്ക് പ്രാണായാമം, അതോടൊപ്പം തന്നെ നമ്മൾക്ക് പുതിയ പുതിയ ഹോബികൾ, അതായത് ഒരു ഗാർഡനിങ് ആണെങ്കിലും ഒരു ബുക്ക് റീഡിംഗ് ആണെങ്കിലും നല്ല കുക്കിംഗ് ആണെങ്കിലും അങ്ങനെ നമ്മളുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം എപ്പോഴും ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഒരു റിട്ടയർമെന്റ് ലൈഫ് കൂടെ കടന്നു പോകുന്ന സമയത്തായിരിക്കും ഈ ഒരു സിംറ്റംസ് വരിക. അപ്പൊ അവർക്ക് ഒരിക്കലും ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ ഫുള്ളി അവർ പ്രൊഫഷണലി എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാനുണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു പുതിയ ഹോബീസ് അവരെ കുറച്ചുകൂടി ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇവരുടെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിന്റെയും അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ബോൺ സ്ട്രെങ്ത്, മസിൽ സ്ട്രെങ്ത് ഒക്കെ കുറയാൻ സാധ്യതകളുള്ള സമയമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ നല്ലൊരു ഡയറ്റ് കഴിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ധാരാളം ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ പുറമേ നിന്നുള്ള ഭക്ഷണവും അമിതമായ ഭക്ഷണവും
ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും ഡിന്നർ നേരത്തെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. മിനിമം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. ഇനി ഒരു ഈസ്ട്രജൻ സപ്ലിമെന്റ്സ് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫുഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ മാക്സിമം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഈസ്ട്രജൻ സപ്ലിമെന്റ്സ് ഉള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പോമോഗ്രാനൈറ്റ്, അതോടൊപ്പം തന്നെ നമ്മളുടെ ഡ്രൈഡ് ആപ്രിക്കോട്ട്, ഫിഗ്, നമ്മളുടെ ചീര, ബ്രോക്കോളി, കെയിൽ, സ്പ്രൗട്ട്സ്, അതോടൊപ്പം തന്നെ നമ്മൾക്ക് കാഷ്യൂ, ബദാം, പിസ്ത, പീനട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്ലസ് നമ്മൾക്ക് ഫ്ലാക്സ് സീഡ്, സോയ, ഗാർലിക് എല്ലാം നല്ല ഓപ്ഷനാണ്. ചീരകള്, ഇലക്കറികളൊക്കെ വളരെ നല്ലതാണ്. എപ്പോഴും നമ്മൾ പാലും നെയ്യും എള്ളും നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതൊക്കെ നാച്ചുറലി നമ്മുടെ ഈസ്ട്രജന്റെ ഒരു ഹൈ സപ്ലിമെന്റ് ആയിട്ടുള്ള ഫുഡാണ്. ഇനി നമ്മൾ ഒരു ആയുർവേദത്തിൽ നമ്മൾ രജോ നിവൃത്തിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് രജസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് എന്നാണ് അർത്ഥം, നിവൃത്തി എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് എന്നാണ് അർത്ഥം. അതായത് സെസേഷൻ ഓഫ് മെൻസ്ട്രേഷൻ തന്നെയാണ് ആയുർവേദവും ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയുർവേദത്തിൽ അറൌണ്ട് 50 ഇയേഴ്സ് ആണ് ഒരു മെനോപോസൽ ഏജ് ആയിട്ട് പറയുന്നത്. ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെയും ലൈഫിൽ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അറൌണ്ട് 50 ഇയേഴ്സ് ആണ് ആയുർവേദം രജോ നിവൃത്തിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആയുർവേദത്തിലെ ചികിത്സ എപ്പോഴും വ്യക്തിനിഷ്ഠമായിട്ടുള്ള ചികിത്സയാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അതിലെപ്പോഴും ഈ ഒരു സ്റ്റേജ് ധാതുക്ഷയം കൊണ്ടാണ് മെനോപോസ് അഥവാ ആർത്തവവിരാമം സംഭവിക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരു രസായന ചികിത്സകളാണ് ആയുർവേദത്തിൽ ഈ ഒരു സമയത്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ആചാര രസായനമാണ്. ആചാര രസായനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മാത്രമാണ് ആചാര രസായനം എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ആഹാര രസായനമാണ്. ആഹാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുഡാണ്. ഫുഡിൽ കൂടി പ്രോപ്പർ ന്യൂട്രീഷൻ ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുക. എപ്പോഴും പാല്, നെയ്യ്, അതോടൊപ്പം തന്നെ മാംസരസങ്ങൾ, നമ്മളുടെ മീറ്റ് സൂപ്പുകൾ ഒക്കെയാണ് കൂടുതലായും ഈ സമയത്ത് കഴിക്കാനും വേണ്ടി ആയുർവേദം പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ദ്രവ്യ രസായനം. ദ്രവ്യം എന്ന് പറയുമ്പോൾ മെഡിസിൻ എന്നാണ് അർത്ഥം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ശരീരത്തിനെ കുറച്ചുകൂടി ഒരു റിലാക്സ് ആക്കാനും വേണ്ടിയിട്ട് ശതാവരിയുടെ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. ശതാവരി ഘൃതം, അതോടൊപ്പം തന്നെ ശതാവരി ഗുളം, ശതാവരി പാൽക്കഷായം ഇത് കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിൽ വരുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തടയാനും ഒരു പരിധി വരെ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മളെ സഹായിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് അശ്വഗന്ധയുടെ ഉപയോഗമാണ്. അശ്വഗന്ധ ചൂർണ്ണം കഴിക്കുന്നത് നമ്മുടെ മൂഡ് സ്വിങ്സിനും അതോടൊപ്പം തന്നെ നല്ല ഉറക്കത്തെ പ്രദാനം ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ബ്രഹ്മീഘൃതം, അതോടൊപ്പം തന്നെ ബ്രഹ്മി ഗുളിക, ബ്രഹ്മീഘൃതം ക്യാപ്സ്യൂൾസ് ഒക്കെയാണ്. അത് നമ്മുടെ ശരീരത്തിന് ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകുമ്പോൾ വളരെ നല്ലതാണ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഷിരോ പീജു, അതായത് നമ്മുടെ നെറുകിൽ എണ്ണ നിർത്തുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഷിരോ പീജു എന്ന് പറയുന്നത്. ബ്രഹ്മി തൈലം ശിരസിൽ വെക്കുന്നതും അതോടൊപ്പം തന്നെ തിൽത്തൈലം അഥവാ എള്ളെണ്ണ അല്ലെങ്കിൽ പിണ്ടതൈലം ഒക്കെ ശരീരത്തിൽ തേച്ച് കുളിക്കുന്ന എണ്ണ തേച്ച് കുളിയും വളരെ നല്ലതാണ്. ഒരാഴ്ചയിൽ 3 ദിവസമൊക്കെ എണ്ണ തേച്ച് കുളി ശീലിച്ചാൽ നമ്മൾക്ക് ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഹോട്ട് ഫ്ലഷസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ജസ്റ്റ് വേറൊരു ഫോർമുലേഷൻ ആണ്, നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒന്നാണ്. ഒരു 1/2 ടീസ്പൂൺ അമുക്കുരത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ ശതാവരിയുടെ പൊടി, 1/2 ടീസ്പൂൺ വിതാരിയുടെ പൊടി, ഇതിന്റെ ഒക്കെ കൂടെ ജസ്റ്റ് കുറച്ച് ഒരു ടീസ്പൂൺ തേൻ, അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ചുക്കിന്റെ പൊടിയും ചേർത്ത് കഴിക്കുന്നത്, രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് നമ്മളുടെ മൊത്തത്തിലുള്ള ഈ ഒരു മെനോപോസൽ സ്റ്റേജിലെ എല്ലാ സിംറ്റംസിനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെമ്പറേച്ചർ കൂടുതലായത് കാരണം നമ്മൾ രാത്രി കഴിക്കുന്നതിന് മുൻപ് റൂം ഒന്ന് കൂളാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും ജനാലകളൊക്കെ തുറന്നിട്ട് മാക്സിമം റൂമിന്റെ ഉള്ളിൽ സർക്കുലേഷൻ ആക്കുക. അതോടൊപ്പം തന്നെ ശരീരം ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയതിനു ശേഷം കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സ്റ്റേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ. അപ്പൊ മാക്സിമം ഈ വരുന്ന സിംറ്റംസിനെ നമ്മൾ ധൈര്യപൂർവ്വം നേരിടുക. നമ്മളുടെ ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക. മെനോപോസ് എന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കൂടി എല്ലാവരും കടന്നു പോകുമ്പോൾ ഈ ഒരു സിംറ്റംസിനെ നമ്മൾക്ക് എത്രത്തോളം ലഘൂകരിക്കാം, ഇതിലെ ലക്ഷണങ്ങൾ നമുക്ക് എത്രത്തോളം പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
കൂടുതൽ ആരോഗ്യപ്രദമായ അറിവുകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.